18 വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ട്. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18 വാക്യം. എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. വായിച്ച കുറുവാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. നെഹമ്യാവിന്റെ പുസ്തകം. നെഹമ്യാവിനെ പറ്റി എപ്പോഴും നമ്മൾ കേൾക്കുന്ന മെസ്സേജുകൾ, പ്രസംഗങ്ങൾ ഒത്തിരി അല്ല, ഒരുപക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മളോട് ഡയറക്റ്റായി ഇടപെടുന്ന ഭാഗങ്ങളൊക്കെ ഒത്തിരി ഉള്ള ഒരു പുസ്തകമാണ്. ഇന്ന് രാത്രി അതിൽ നിന്ന് നിങ്ങളോട് എന്ത് സംസാരിക്കണമെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കർത്താവ് തന്ന ഒരു വേദഭാഗമാണ് വായിച്ചത്. ഇവിടെ വായിച്ചു, എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ. അപ്പൊ ദൈവത്തിന്റെ കൈ അനുകൂലമാണ്, രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും അനുകൂലമാണ്. ആമേൻ. അപ്പൊ മാനുഷിക സാധ്യതകളും നിങ്ങൾക്ക് അനുകൂലമാണ്. ദൈവത്തിന്റെ സാധ്യതകളും നിങ്ങൾക്ക് അനുകൂലമാണ്. രണ്ട് സാധ്യതകളും അനുകൂലമായി വന്നാലും നിന്നെ കൊണ്ട് ചിലത് ആരംഭിക്കുവാൻ കഴിയാതെ, നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുവാൻ കഴിയാതെ, നിങ്ങളെ കൊണ്ട് ചിലതിന്റെ ആരംഭം കുറിക്കുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന ചില മേഖലകൾക്കകത്ത് ഇന്ന് രാത്രി കർത്താവിന്റെ കരമിറങ്ങാൻ പോകുന്നു. പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഇവിടെ വായിക്കുന്നു, ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമാണ്. നെഹമ്യാവ് പറയാ, ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമാ. അപ്പോൾ ദൈവഹിതം പലപ്പോഴും നമ്മളുടെ ഒക്കെ പ്രശ്നങ്ങൾ അതാണ്. ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവഹിതം, ആമേൻ, ദൈവഹിതം നമ്മൾ ചോദിക്കാറുണ്ട്. ദൈവത്തോട് നമ്മൾ ആലോചനകൾ ചോദിക്കാറുണ്ട്. ഇത് ദൈവഹിതമാണോ എന്ന് ചോദിച്ചിട്ട് ചുവടുകൾ വെക്കാറുണ്ട്. അങ്ങനെയേ വെക്കാവൂ. അങ്ങനെയേ നിങ്ങൾ ഓരോ സ്റ്റെപ്പ്, അത് ചെറിയ കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ ഏതു കാര്യമാണെങ്കിലും നിങ്ങൾ ദൈവഹിതത്തിനനുസരിച്ച് മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പുകളും വെക്കാവുള്ളൂ. ഇവിടെ നെഹമ്യാവ് പറയാ, ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമാണ്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന്, അപ്പൊ ദൈവസന്നിധിയിൽ നിന്നുള്ള ഭാഗം നമുക്ക് ഓക്കെയാ. അടുത്തത് താൻ ഇരിക്കുന്ന സാഹചര്യമുണ്ട്. ഒന്ന് രാജാവിന്റെ അടുത്ത്, രാജകൊട്ടാരത്തില്, അവിടുത്തെ സാഹചര്യവും എനിക്ക് അനുകൂലമാണ്. രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ. അപ്പൊ രണ്ട് ഭാഗവും അനുകൂലമായി ഇവർ വലിയൊരു നിയോഗത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, രണ്ട് ഭാഗവും അനുകൂലമായി ഇവർ വലിയൊരു കാര്യം ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ ഇവരുടെ ജീവിതത്തിനകത്ത് ഇവരെ അതിനനുവദിക്കാതെ, ഇവരെ അത് നടത്തുവാൻ സമ്മതിക്കാതെ, ഇവരുടെ ജീവിതത്തിന്റെ മുന്നിൽ വരുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, അന്യോന്യം ധൈര്യപ്പെടുത്തി നിങ്ങൾ ചിലത് ആരംഭിക്കാൻ തുടങ്ങിയ നല്ല ആരംഭങ്ങളെ തുച്ഛീകരിക്കാത്ത കർത്താവിന്റെ സാന്നിധ്യം, നല്ല ആരംഭങ്ങളെ നടത്തി തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൈകളോട് കൂടെ ഇരുന്ന്, നിങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളോട് കൂടെ ഇരുന്ന്, നിന്റെ മേൽ കിടക്കുന്ന നിയോഗത്തിനോട് കൂടെ ഇരുന്ന് നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുമെന്ന്. ഈ 2025 ദൈവം നിങ്ങളെ കൊണ്ട് ചിലത് ചെയ്യിക്കാൻ ആഗ്രഹിക്കുകയാ. ഈ 2025 നിങ്ങൾക്ക് വേണ്ടി ചില പണികൾ ആരംഭിക്കുകയാ. നീ ചെയ്യണ്ട, നീ പൂർത്തീകരിക്കേണ്ട ചില പണികൾ, നീ ചുവട് വെക്കേണ്ട ചില പണികൾ, നീ മുന്നോട്ട് നീക്കേണ്ട ചില പണികൾ, എവിടൊക്കെയോ പെൻഡിങ് ആയി കിടക്കുന്നത്, എവിടൊക്കെയോ ഇടിഞ്ഞു കിടക്കുന്നത്, എവിടൊക്കെയോ പണിയുവാൻ കഴിയാതെ പൊളിഞ്ഞു കിടക്കുന്നത്, അത് നിന്റെ കുടുംബമാകട്ടെ, നിന്റെ വ്യക്തിപരമായ ജീവിതമാകട്ടെ, നിന്റെ സാമ്പത്തിക മേഖലയാകട്ടെ, നിന്റെ ആത്മീക മേഖലയാകട്ടെ, എവിടെയെങ്കിലും പൊളിഞ്ഞു കിടപ്പുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചനാത്മാവിൽ കൈമാറുകയാണ്. അത് പണിയുവാൻ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്റെ മേലൊരു നിയോഗം ഇടുകയാ. ആത്മാവിൽ ഈ ദൂതിന് ആമേൻ പറയാൻ എത്ര പേർ റെഡിയാണ്? നിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ എവിടെയെങ്കിലും ഒക്കെ ഇടിഞ്ഞു കിടപ്പുന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ അടിത്തറകൾ അല്ലെ മൂലകൾ ഏതെങ്കിലുമൊക്കെ ഭാഗം ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നിന്നോട് കൈമാറുന്നു അത് പണിത് പൂർത്തീകരിക്കുവാൻ. അത് പണിയുവാൻ മാത്രമല്ല, അത് പൂർത്തീകരിക്കുവാൻ. ആമേൻ, ഹല്ലേലൂയ. നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്, പണി മാത്രമല്ല അവിടെ നടന്നത്, അതിനൊരു പൂർത്തീകരണവും നടന്നു. 365 ദിവസവോ പണിതോണ്ടിരിക്കാനല്ല, 365 ദിവസവോ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാനല്ല, നീ ചെയ്യുന്നതിനൊരു പൂർത്തീകരണമുണ്ട്. നീ ചെയ്യുന്നതിനൊരു പൂർത്തീകരണമുണ്ട്. ഇന്നൊരു രാത്രി പൂർത്തീകരണം കാണുവാൻ കഴിയാതെ, പൂർത്തീകരിക്കുവാൻ കഴിയാതെ എവിടെയെങ്കിലുമൊക്കെ നിന്റെ വാഗ്ദത്തം പെൻഡിങ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ നിന്റെ നിയോഗങ്ങൾ തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്നൊരു രാത്രി സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. നിനക്ക് പൂർത്തീകരിക്കുവാനുള്ള നിയോഗത്തെ, നിനക്ക് പൂർത്തീകരിക്കുവാനുള്ള നിയോഗത്തെ ദൈവം തുറക്കുന്നു. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച്, ആത്മാവിൽ ആരാധിക്കാമെങ്കിൽ നന്നായി ആത്മാവിൽ ആരാധിച്ചോ. ഹല്ലേലൂയ. നീ ആത്മാവിൽ ചിലത് പൂർത്തീകരിക്കാൻ തുടങ്ങുകയാ. നീ ആത്മാവിൽ ചിലത് പൂർത്തീകരിക്കാൻ തുടങ്ങുകയാ. നാളിതുവരെ പിശാച് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തത്, നാളിതുവരെ പിശാച് നിന്നെ കൊണ്ട് ഹല്ലേലൂയ ചെയ്യിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞത് എന്തോ, ഇന്നു രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നെ കൊണ്ട് ആരംഭിക്കാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് ആരംഭിക്കാൻ. ഇടിഞ്ഞു കിടക്കുന്ന ചില മേഖലകളില്ലേ, ഹല്ലേലൂയ, അത് ദൈവസഭയാകട്ടെ, അത് നിന്റെ കുടുംബമാകട്ടെ, അത് നിന്റെ തലമുറയുടെ വിഷയങ്ങളാകട്ടെ, ഏത് ഭാഗമാണ് ഇടിഞ്ഞു കിടക്കുന്നത്, ഇന്ന് രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോൾ, ഇന്ന് രാത്രി വചനം പറയുമ്പോൾ എവിടെയാണെന്നൊന്ന് ശോധന ചെയ്ത് മനസ്സിലാക്കുക. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോടൊരു പ്രവചന ശബ്ദം കൈമാറുന്നു. നിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകൾ പിശാച് ഇടിച്ചു കളഞ്ഞത്, പിശാച് തീ വെച്ച് ചുട്ട് കളഞ്ഞത്, എവിടൊക്കെയോ ഇടിഞ്ഞു പോയത്, ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഒന്നുകൂടെ ഒരു റീബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാ. ഒന്ന് റീബിൽഡ് ചെയ്യുവാൻ നിന്നെപ്പറ്റി ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്, നിന്നെപ്പറ്റി ദൈവത്തിന് വലിയൊരു പ്ലാനുണ്ട്. ഹല്ലേലൂയ. നീ ഉദ്ദേശിക്കുന്നതിലപ്പുറമായി ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്നെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നെഹമ്യാവ് 2-ാം അധ്യായമൊക്കെ വായിച്ചു തുടങ്ങുമ്പോൾ വീഞ്ഞ് രാജാവിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം, ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞ് എടുത്ത് അവന് കൊടുക്കുകയും, അങ്ങനെ ചെയ്തു രാജാവിന്റെ അവിടെ ആ ഒരു സാഹചര്യത്തിനകത്തിരിക്കുകയാണ്. അപ്പൊ രാജാവ് നെഹമ്യാവ് ഇതൊക്കെ ചെയ്യുമ്പോഴും തന്റെ മുഖത്തിന്, നിങ്ങൾക്ക് പരിചയമുള്ള ഭാഗമായതുകൊണ്ടാണ് ഞാൻ എടുത്തു വായിപ്പിക്കാത്തത്. ഹല്ലേലൂയ. ഈ നെഹമ്യാവിന്റെ മുഖത്തിനൊരു വാട്ടം. ആമേൻ. നിന്റെ മുഖം വാടിയാൽ അതിന് പരിഹാരമുണ്ട്. നിന്റെ മുഖം വാടിയാൽ അതിന് പരിഹാരമുണ്ട്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസിന്റെ മുഖം വാടിയ ഒരു സമയം ഉണ്ടായിരുന്നു. എൻ്റെ കുറിവാക്യം എൻ്റെ പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് ആ ഭാഗം കയറി വന്നത് കൊണ്ട് പറഞ്ഞേ, ഒന്നും കിട്ടാതെ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ വല കഴുകി മടക്കി വെച്ച് നിരാശയിലിരുന്ന ഒരു ടൈം. ഇന്ന് രാത്രി അങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മുഖം വാടിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വേദനയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടോ, ഏതെങ്കിലുമൊക്കെ വിടുതൽ അനുഭവിക്കുവാൻ കഴിയാതെ നിരാശയിലാണോ നീ ഇരിക്കുന്നത്, പ്രയാസത്തിലാണോ നീ ഇരിക്കുന്നത്, കഷ്ടതയിലാണോ നീ ഇരിക്കുന്നത്, സ്വർഗത്തിലെ ദൈവം നിന്നോട് കൈമാറുന്നു. നിന്റെ മേൽ ഒരു വിടുതൽ കർത്താവ് തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ മേൽ ഒരു വിടുതൽ തുറക്കുവാൻ നിന്റെ നിരാശയ്ക്ക് പരിഹാരമുണ്ട്, നിന്റെ വേദനയ്ക്ക് പരിഹാരമുണ്ട്. നിന്റെ മേൽ കിടക്കുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഈ മക്കളെ, ഈ നിരാശയും കൊണ്ട് നമ്മൾ അധികകാലം നീളേണ്ടി വരത്തില്ല.
ഈ നിരാശയുമായി നമ്മൾ അധികകാലം പോകേണ്ടി വരത്തില്ല. നമ്മുടെ നിരാശകൾക്കൊക്കെ പരിഹാരമുണ്ട് കേട്ടോ. ഇന്നെന്തോ ഈ രണ്ടാമത്തെ ദിവസം ആരോടോ പരിശുദ്ധാത്മ പ്രവചിക്കുകയാണ്. അല്ലെ, നിന്റെ നിരാശയ്ക്ക് പരിഹാരമുണ്ട്, നിന്റെ വേദനയ്ക്ക് പരിഹാരമുണ്ട്. അല്ലെ, നീ അറിയാതെ കരയുന്ന ചില വിഷയങ്ങളില്ലേ, അറിയാതെ ദൈവസന്നിധിയിൽ ഒഴുക്കുന്ന ചില കണ്ണുനീരുകളില്ലേ, അതിന് പരിഹാരം. പരീക്ഷയോട് കൂടെയുള്ളൊരു പരിഹാരം, പരീക്ഷയോട് കൂടെ നിന്റെ പ്രശ്നത്തോടു കൂടെ അതിനോട് ചേർന്ന് നിനക്കുള്ള പരിഹാരവും ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. വേദനപ്പെട്ട് നിരാശയിലിരിക്കുക. രാജാവ് ചോദിക്കുന്നു, എന്താ നിനക്ക് പറ്റിയത്? എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? നിനക്ക് അസുഖമൊന്നും ഇല്ലല്ലോ, നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ, നീ ഓക്കെ അല്ലേ? ഉടനെ പുള്ളി തന്നെ പറയും, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമില്ല. രാജാവ് പറയാ, നിന്റെ പ്രശ്നം എന്താ? നിനക്ക് അസുഖമൊന്നുമില്ല, ഓക്കെയാ, പക്ഷെ നിന്റെ മനസ്സിനകത്തെ ദുഃഖം നിന്റെ മുഖത്ത് പ്രകടമാകുന്നു. ഇന്നെന്തോ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, അകത്ത് കിടക്കുന്ന ദുഃഖം നിന്റെ മുഖത്ത് പ്രകടമാകുമ്പോൾ, നിന്റെ മുഖത്തത് പ്രതിഫലിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്നെ നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നിന്നെ കാണുന്നുണ്ട്. നിന്റെ അകത്തെ മനോദുഃഖമില്ലേ, ഹല്ലേലൂയ, പുറമേ ചിരിക്കുവാൻ കഷ്ടപ്പെടുന്നുണ്ടോ, അകത്തു വേദനയിട്ടിട്ട്, അകത്ത് നൊമ്പരമിട്ടിട്ട്, പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സങ്കടമിട്ടിട്ട് പുറമേ ചിരിച്ചു കാണിക്കുവാൻ, പുറമേ സന്തോഷം അനുഭവിക്കുവാൻ നീ കഷ്ടപ്പെടുന്നുണ്ടോ? ഇന്നൊരു രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നോട് കൈമാറുന്നു. നിന്റെ മനോദുഃഖത്തിന് പരിഹാരമുണ്ട്, നിന്റെ വേദനയ്ക്ക് പരിഹാരമുണ്ട്. ഈ രണ്ടാമത്തെ ദിവസം, ഹല്ലേലൂയ, ഈ ബൈബിൾ കൺവെൻഷന്റെ രണ്ടാമത്തെ ദിവസം സ്വർഗത്തിലെ ദൈവം നിന്നോട് കൈമാറുന്നു നിന്റെ മനോദുഃഖത്തിനുള്ള പരിഹാരം. പരിഹാരം തേടി നീ എങ്ങും ഓടണ്ട, പരിഹാരം തേടി നീ എങ്ങും പോകണ്ട. നിന്റെ മനോദുഃഖത്തിനുള്ള പരിഹാരം എൻ്റെ ദൈവത്തിൻ്റെ കരത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ഉടനെ പറഞ്ഞു, ഏറ്റവും ഭയപ്പെട്ടിട്ട് പറയുക, രാജാവ് ദീർഘായുസ്സിരിക്കട്ടെ, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ മതിലുകൾ തീ കൊണ്ടും വെന്ത് കിടക്കവേ എൻ്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എന്താ? ഹല്ലേലൂയ. തനിക്ക് തൻ്റെ പേഴ്സണൽ വിഷയമല്ല, തൻ്റെ കുറച്ച് സാമ്പത്തികം വേണമെന്നോർത്തന്നല്ല ഹല്ലേലൂയ താൻ വിഷമിച്ചിരുന്നത്, തൻ്റെ രോഗസൗഖ്യത്തെ ഓർത്തല്ല താൻ വിഷമിച്ചിരുന്നത്. ഹല്ലേലൂയ. തനിക്ക് എവിടെങ്കിലുമൊക്കെ ചില വിദേശ യാത്രകൾ ചെയ്യണമെന്നോർത്തല്ല ഹല്ലേലൂയ താൻ വിഷമിച്ചിരുന്നത്. പ്രാർത്ഥനാ വിഷയമെല്ലാം കർത്താവ് നടത്തി തരും. പക്ഷെ നെഹമ്യാവിന്റെ പ്രാർത്ഥന, നെഹമ്യാവിന്റെ വേദന തൻ്റെ ദേശത്തെ പറ്റിയുള്ളതാ. ഞാനിങ്ങനെ ചിന്തിക്കാൻ, നെഹമ്യാവേ, നീ നല്ല പൊസിഷനിലായിരിക്കുന്നേ, നല്ല രീതിയിലിരിക്കുക. നെഹമ്യാവിന് വേണമെങ്കിൽ സെൽഫിഷ് മൈൻഡിൽ ചിന്തിക്കാമായിരുന്നു. ഞാൻ ഓക്കെയാണ്, ഞാൻ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്, ഞാൻ പിന്നെ എന്തിനാ അവിടെ തീ കൊണ്ട് കിടക്കുന്നതും വെന്ത് കിടക്കുന്നതും ചുട്ടുപോയതും ഇടിഞ്ഞു പോയതിനും പറ്റിയൊക്കെ ഞാൻ ചിന്തിക്കുന്നത്? ഞാൻ ഓക്കെയാണ്, എൻ്റെ കാര്യമെല്ലാം സേഫാണ്. ഇന്ന് പലരുടെയും അകത്ത് വ്യാപരിക്കുന്ന സ്പിരിറ്റ് ഇങ്ങനെ, എനിക്കറിയത്തില്ല, ശാന്തമായി പരിശുദ്ധാത്മാവ് ഇതിനെ കൊണ്ടുപോകുന്നല്ലോ. ഹല്ലേലൂയ. എന്നാൽ ഈ രണ്ടാമത്തെ ദിവസം ആത്മാവ് നിങ്ങളോട് കൈമാറുന്നു, നിനക്ക് ദേശത്തെ പറ്റിയുള്ളൊരു എരിവുണ്ടാകട്ടെ, ദേശത്തെ പറ്റിയുള്ളൊരു എരിവ്, സഭയെ പറ്റിയുള്ളൊരു എരിവ്, ഹല്ലേലൂയ, ജനത്തെ പറ്റിയുള്ളൊരു എരിവ്, ആ പാപത്തിൽ കിടക്കുന്ന അനേകരെ പറ്റിയുള്ള ഒരു എരിവ്. ഹല്ലേലൂയ. ചിലതിനെ ഹല്ലേലൂയ പുറത്തു കൊണ്ടുവരുവാനുള്ള ഒരു എരിവുണ്ടായാൽ ഇരിക്കുന്നിടത്ത് നിനക്ക് സ്വസ്ഥമായി ഇരിക്കുവാൻ കഴിയത്തില്ല, ഇരിക്കുന്നിടത്ത് നിനക്ക് സമാധാനമായി ഇരിക്കാൻ കഴിയത്തില്ല. എല്ലാവരും ഉറങ്ങുന്നത് പോലെ നിനക്ക് രാത്രിയുടെ യാമങ്ങൾ കിടന്നുറങ്ങാൻ കഴിയത്തില്ല. രാത്രിയിൽ നീ പോലും അറിയാതെ നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, മതില് കെട്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് ചിലരെ എഴുന്നേൽപ്പിക്കുന്നു.
ഞാനൊക്കെയാ. ഹല്ലേലൂയ. നോ, ഹല്ലേലൂയ, ഇതല്ല. ഈ രണ്ടാമത്തെ ദിവസം ഞാൻ ആത്മാവിൽ ഒരു പ്രവചന ശബ്ദം കൈമാറട്ടെ. ദേശത്ത് നിന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ ദേശത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ പാർക്കുന്ന പട്ടണത്തിനകത്ത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ദൈവത്തിന് ചില പ്ലാനുകളുണ്ട്. അതിന്റെ മതിലുകൾ എവിടൊക്കെയോ ഇടിഞ്ഞു കിടക്കുകയാ. അതിന്റെ മതിലുകൾ എവിടൊക്കെയോ ഇടിഞ്ഞു പോയി. അത് തീ കൊണ്ട് വെന്ത് കിടക്കുകയാ. അത് ശൂന്യമായി കിടക്കുകയാ. ഹല്ലേലൂയ, അത് നഷ്ടപ്പെട്ട് കിടക്കുകയാ. ഹല്ലേലൂയ, ഇന്ന് രാത്രി അതിനെ ഒന്ന് തിരിച്ചു പിടിക്കുവാൻ, ഇന്ന് രാത്രി അതിനെ ഒന്ന് തിരിച്ചു പിടിക്കുന്ന നിയോഗം ഏറ്റെടുക്കുവാൻ ആരാ ഇന്ന് രാത്രി തയ്യാറാകുന്നത്? ആരാ ഇന്ന് രാത്രി തയ്യാറാകുന്നത്? ചിലരുടെ മേൽ അസാധാരണമായ ഒരു അഭിഷേകം ചലിക്കുന്ന ഞാൻ കാണുന്നു. വെന്ത് കിടക്കുന്നതിനെ, ഇടിഞ്ഞു പോയതിനെ തിരിച്ചു പിടിക്കുവാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ ഈ തലമുറയിൽ എഴുന്നേറ്റ് വരുവാൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ പ്രഭ ആന്റി പരിശുദ്ധാത്മ പ്രവചിക്കുന്നു. നിങ്ങളുടെ മേൽ അസാധാരണമായ ഒരു അഭിഷേകത്തെ കർത്താവ് തുറക്കുന്നു. നിന്നെ കൊണ്ട് ദൈവത്തിന് വലിയ പ്ലാൻ ഉണ്ടെന്ന്, നിന്നെ കൊണ്ട് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ടെന്ന് ആത്മാ പ്രവചിക്കുന്നു. നീ ഇരിക്കുന്ന കൂടാരത്തിനകത്തു നിന്ന് ദൈവം നിന്നെ വലിച്ചു പുറത്തു കൊണ്ടുവരുന്നത് പോലെ അടുത്ത നിയോഗങ്ങൾക്ക് വേണ്ടി നീ റെഡി ആയിക്കൊള്ളാൻ, അരമുറുക്കി റെഡി ആയിക്കൊള്ളാൻ പരിശുദ്ധ ആത്മാവ് ഇന്ന് രാത്രി ആലോചന കൈമാറുന്നു. ഏൽപ്പിച്ച നിയോഗങ്ങളും കേട്ട ദൈവശബ്ദങ്ങളും എവിടെയോ ദൈവദാസി ഒതുങ്ങിക്കിടക്കുകയാ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കാൻ പറയുന്നു. കേട്ട ദൈവശബ്ദങ്ങൾ, കേട്ട നിയോഗങ്ങൾ എവിടെയോ ഒതുക്കിക്കളഞ്ഞു, എവിടെയോ ഒതുങ്ങിപ്പോയി. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നോട് കൈമാറുകയാ. നിനക്ക് ടൈമായി. നീ എഴുന്നേൽക്കാൻ സമയമായി, നീ പുറപ്പെടാൻ സമയമായി. ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് കൈമാറുന്നു. നീ എഴുന്നേൽക്കുവാൻ സമയമായി, നീ പുറപ്പെടുവാൻ സമയമായി. ഹല്ലേലൂയ, ഇനി നിന്റെ ടൈമാണ്. നീ ഇരിക്കുന്ന സാഹചര്യത്തിനകത്തു നിന്ന്, നീ ഇരിക്കുന്ന നിയോഗത്തിനകത്തു നിന്ന് നീ എഴുന്നേറ്റ് പുറത്തു വരുവാൻ. എലിയാവിനോട് ചോദിച്ചതുപോലെ, നിനക്കിവിടെ എന്താ കാര്യം? ഹല്ലേലൂയ, ഗെറ്റ് റെഡി. ഹല്ലേലൂയ, നീ റെഡിയാകുക. നിനക്കിവിടെ എന്താ കാര്യം? നിന്നെ കൊണ്ട് ഒത്തിരി ഓടിക്കാനുള്ളപ്പോൾ, നിന്നെ കൊണ്ട് ഒത്തിരി ഉപയോഗിക്കാനുള്ളപ്പോൾ ഇവിടെ നീ എന്തിനാ ചുരുണ്ടുകൂടുന്നേ? എന്തോ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ശക്തമായി ഇടപെടുന്നു. ചില സാഹചര്യത്തിനകത്തു നിന്ന് ഇന്നു രാത്രി ചിലരെ പുറത്തു കൊണ്ടുവരികയാ. നെഹമ്യാവ് പറയുക, എന്റെ പിതാക്കന്മാരുടെ പട്ടണം ഇടിഞ്ഞു കിടക്കുന്നു, അവരുള്ള കല്ലറകളുടെ പട്ടണം ശൂന്യമായി, അതിന്റെ മതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ ഞാൻ എങ്ങനെ സന്തോഷിപ്പിക്കും? ഞാൻ എങ്ങനെ ഹല്ലേലൂയ എങ്ങനെ സ്വസ്ഥമായിരിക്കും? ഇന്ന് രാത്രി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ നിയോഗത്തെ തുറക്കുകയാ. ദേശത്തെ പിടിക്കുവാൻ, നീ ആയിരിക്കുന്ന ദേശത്തെ പിടിക്കുവാൻ നിങ്ങളുടെ മേൽ അസാധാരണമായ അഭിഷേകം കർത്താവ് തുറക്കാൻ ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ, പ്രാർത്ഥിച്ച് നിയോഗത്തിൽ നെഹമ്യാവിനെ പോലെ കയറി വരാൻ പരിശുദ്ധയാത്മാവ് ആലോചന കൈമാറുകയാ. ഹല്ലേലൂയ, പരിശുദ്ധയാത്മാവ് ആലോചന കൈമാറുകയാ. ഉടനെ രാജാവ് പറഞ്ഞു, ഹല്ലേലൂയ, രാജാവിനോട് പെർമിഷൻ ചോദിച്ചു. ആ ഭാഗം നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ എടുത്ത് വായിപ്പിക്കുന്നില്ല. രാജാവ് പറഞ്ഞു, ഓക്കെ. അങ്ങനെയാണ് ഈ വായിച്ചക്കുറി വരാ. ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലം, രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കും എനിക്ക് അനുകൂലം. ഇത് അറിയിച്ചപ്പോൾ
അവര് പറയുക, കൂടെയുള്ളവര്, നാം എഴുന്നേറ്റ് പണിയുക. ഈ രണ്ടാമത്തെ ദിവസം, ഈ ബൈബിൾ കൺവെൻഷന്റെ രണ്ടാമത്തെ ദിവസം, ഈ സഭയോട്, ദൈവജനത്തോട്, ഈ മിനിസ്ട്രിയോട് പരിശുദ്ധയാത്മാവ് ശക്തമായി ഇടപെടുന്നു. ചില പണിക്ക് വേണ്ടി റെഡിയായിക്കൊള്ളാൻ. ഇടിഞ്ഞു കിടക്കുന്ന ചില പട്ടണങ്ങൾ, അഭിഷക്തനെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നു. ഇടിഞ്ഞു കിടക്കുന്ന ചില പട്ടണങ്ങൾ, വെന്ത് കിടക്കുന്ന ചില പട്ടണങ്ങൾ എന്തോ പരിശുദ്ധയാത്മാവ് തുറക്കുന്നെന്ന് ആത്മാവാലോചന കൈമാറുന്നു. മലിനമായി കിടക്കുന്ന ചില ദേശങ്ങൾ, പൈശാചികൻ കുടിയിരിപ്പുകൾ കൈയടക്കി ഭരിക്കുന്ന ചില പട്ടണങ്ങളെ സ്വർഗത്തിലെ ദൈവം അങ്ങേക്ക് തരുന്നെന്ന് ആത്മാവാലോചന കൈമാറുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ചില പട്ടണങ്ങൾ ഇടിഞ്ഞു കിടക്കുകയാ. ചിലത് തീ കൊണ്ട് വെന്ത് കിടക്കുകയാ. ചിലത് പാപത്തിനകത്ത് കുമിഞ്ഞുകൂടി കിടക്കുകയാ. അഭിഷക്തനെ പരിശുദ്ധാത്മാവനോട് കൈമാറുന്നു. ആ പട്ടണങ്ങളെ പിടിക്കുവാൻ, അതിനെ ഹല്ലേലൂയ, അതിനെ ഒന്നുകൂടെ ഒന്ന് പണിത് പുറത്തു കൊണ്ടുവരുവാൻ, അതിന്റെ മതിലുകൾ അടച്ചു പൂട്ടുവാൻ, ഹല്ലേലൂയ, അങ്ങയുടെ മേൽ ഇന്നു രാത്രിയോ രാധികാലത്തെ ഒന്നുകൂടെ കർത്താവ് തുറക്കുന്നു. എന്തോ പരിശുദ്ധാത്മാവ് ഒത്തിരി ശക്തമായി ഇടപെടുന്നു. ചില പട്ടണങ്ങളുമായി കർത്താവ് ഭയങ്കരമായി കണക്ട് ചെയ്യുന്നെന്ന്. ഈ വർഷത്തിൽ 9-ാം മാസവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് വലിയ ദൈവപ്രവർത്തികളെ അയക്കുമെന്ന് ആത്മാവാലോചന കൈമാറുക. എനിക്കറിയത്തില്ല, അഭിഷേകത്തിനെ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പ്രവചിക്കുന്നു. ഈ വർഷം 9-ാം മാസവുമായി ബന്ധപ്പെട്ട് ചില പട്ടണങ്ങളുടെ നടുവിലേക്ക് അങ്ങേ കർത്താവ് ഒത്തിരി ഉപയോഗിക്കുന്നത് പോലെ ഒരു കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ശക്തമായി പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ. എന്നാൽ അതിനനുവദിക്കാതെ ചില സൻബല്ലത്തും തോബിയാവുമാരുമൊക്കെ മാനുഷികമായും പൈശാചികമായും ശബ്ദങ്ങൾ ഉയർത്തുമ്പോൾ, ഹല്ലേലൂയ, എഴുന്നേറ്റ് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ചിലത് പണിയുമെന്ന് ഏതെല്ലാം ഹല്ലേലൂയ ശക്തികൾ ഒരുമിച്ച് എഴുന്നേറ്റ് വന്നാലോ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന ദൈവ മനുഷ്യൻ അറിയാം, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കൂ. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കൂ. ഹല്ലേലൂയ. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റു പണിയൂ. ഹല്ലേലൂയ. എന്തോ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ചില കാര്യങ്ങൾ സാധിപ്പിക്കാൻ തുടങ്ങുകയാ. ആ പദം പരിശുദ്ധാത്മാവ് പിന്നെ അവരോട് ശക്തമായി ഇടപെടുന്നു. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ചില പട്ടണങ്ങളുമായി കർത്താവ് കണക്ട് ചെയ്യുന്നത് പോലെ. എനിക്കറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും ചിന്തകളോ പ്ലാനുകളോ ഉണ്ടോ എന്ന്. പക്ഷെ പരിശുദ്ധാത്മാവ് ഒത്തിരി ശക്തമായി ഇടപെടുന്നു. ചില പട്ടണങ്ങളുടെ നടുവിലേക്ക് ചില ശുശ്രൂഷകളുമായി കർത്താവ് എഴുന്നേൽപ്പിക്കുമെന്ന് ആത്മാവാലോചന കൈമാറുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, ചില തീ കൊണ്ട് വെന്തുപോയാൽ പിന്നെ ഒന്നുമില്ല, ശൂന്യതയാ. പിന്നെ അവിടുന്ന് ഒന്നേന്ന് വേണം തുടങ്ങാൻ. അഭിഷേകത്തിന് നിങ്ങളുടെ മേൽ അതിനുള്ളൊരു നിയോഗമുണ്ടെന്ന് ആത്മാവാലോചന കൈമാറുക. കുറച്ചുകൂടെ ആഴത്തിൽ ഇറങ്ങി പറഞ്ഞാൽ, പലരും പരാജയപ്പെട്ട് വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോയ മണ്ണിനകത്ത് ഹല്ലേലൂയ ദൈവം നിങ്ങളെ കൊണ്ടത് പുതിയത് ശൂന്യമായി കിടന്നത് ഒരാൾ വെച്ചതിന്റെ മുകളിലല്ല, ഹല്ലേലൂയ, ഒരാൾ പണിതതിന്റെ മുകളിലേക്ക് പണിയാനല്ല, ശൂന്യമായിടത്തു നിന്ന്. പദത്തിനൊക്കെ ഭയങ്കര സാന്നിധ്യമുണ്ട് കേട്ടോ. ശൂന്യമായിടത്തു നിന്ന് ചിലത് പുതുതായി പണിതെടുക്കുവാൻ. പകുതി കട്ടയുള്ളടത്ത് പണിയാൻ എളുപ്പമാ. ഓമനാന്റി, പകുതി കട്ടയുള്ളടത്ത് പണിയാൻ എളുപ്പമാ. ഇങ്ങോട്ട് വന്ന് ഓരോരോ കട്ട വെച്ച് കൊടുത്താൽ മതി. ആരെങ്കിലുമൊക്കെ പകുതി ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് ഹല്ലേലൂയ അതിന്റെ പണി പൊക്കിക്കൊണ്ട് വരാൻ വളരെ എളുപ്പമാ. കാരണം ഗ്രൗണ്ട് ഓക്കെയാ. പക്ഷെ ശൂന്യമായി ഒരു പട്ടണം ശൂന്യമായി വെന്തു പോയാ പിന്നെ അവിടെ എന്താ ഉള്ളേ? ഒന്നുമില്ല. പക്ഷെ അതിനകത്തു നിന്ന്
ഒരു മതില് പൊക്കിയെടുക്കാൻ സാധാരണമായി ദൈവസാന്നിധ്യം വെളിപ്പെടുന്നല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനകത്തു നിന്ന് എന്തോ എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, നിന്റെ വീടിനെ പിശാച് ഹല്ലേലൂയ വെന്ത് കളഞ്ഞെങ്കിൽ, ചുട്ടുകളഞ്ഞെങ്കിൽ, തകർത്തു തരിപ്പണമാക്കിയെങ്കിൽ, അവിടെ നിന്ന് ചിലതിനെ ആരംഭിക്കുവാൻ, അവിടെ നിന്ന് ചിലതെ ആരംഭിക്കുവാൻ ദൈവത്തിന്റെ ഹല്ലേലൂയ സാന്നിധ്യം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാ. അവിടെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ ദൈവത്തിന്റെ നിയോഗവും രാജാവിന്റെ വാക്കുകളും അവരോട് അറിയിച്ചപ്പോൾ കൂടെയുള്ളവരെ പറയുക, നാം എഴുന്നേറ്റ് പണിയുക. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് കൈമാറുന്നു, നിങ്ങളുടെ കൂടാരത്തിനകത്ത് അന്യോന്യം ധൈര്യപ്പെടുത്തുന്ന, നിങ്ങളുടെ സഭകൾക്കകത്ത് അന്യോന്യം ധൈര്യപ്പെടുത്തിയാൽ, ഒരുവന് കൈത്താങ്ങു കൊടുത്ത് അന്യോന്യം ധൈര്യപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ, നാം അറിയാതെ അതിന്റെ പിന്നിൽ ഒരു വലിയ നിയോഗം വീഴും. ഞങ്ങൾ ഒരുമിച്ച് പണിയും. ഹല്ലേലൂയ, ഞങ്ങൾ ചേർന്ന് പണിയും. ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. എന്നാൽ ഇത്രയും കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും ഭാഗം ഓക്കെയാ. രാജാവിന്റെ അടുക്കൽ മുതൽ, നിയോഗം മുതൽ, അന്യോന്യം ധൈര്യപ്പെടുത്തി ഇവരാ നല്ല പ്രവൃത്തിക്കായി റെഡിയാകുന്നു. ഇത്രയും ഭാഗം ഓക്കെയാ. പക്ഷെ അത് കേട്ടപ്പോൾ അവിടെ വായിക്കുന്നു, എന്നാൽ ഹോരേമ്യനായ സൻബല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗോഷേമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു, നിന്ദിച്ചു. അപ്പൊ ചില നിയോഗങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പരിഹാസമുണ്ടാകും, നിന്നവരും, നിന്റെ പ്രാർത്ഥനയെ പരിഹസിക്കുന്നവരുണ്ടാകും, നിന്റെ ആരാധനയെ നോക്കി നിന്ദിക്കുന്നവരുണ്ടാകും, നിന്റെ പണിയെ നോക്കി ഹല്ലേലൂയ നിന്ദിക്കുവാൻ ആളുകളുണ്ടാകും. പക്ഷെ അവിടെ ഒന്നും നീ ക്ഷീണിച്ചു പോകരുത്, അവിടെയൊന്നും നീ തളർന്നു പോകരുത്, അവിടെയൊന്നും നീ മടുത്ത് പിന്മാറരുത്. നിന്നെ കൊണ്ട് നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം ചെറുതല്ല, നിന്റെ മേൽ കിടക്കുന്ന നിയോഗങ്ങൾ ചെറുതല്ല, നിന്റെ മേൽ കിടക്കുന്ന ദൈവ ശബ്ദങ്ങൾ ഹല്ലേലൂയ ചെറുതല്ല. ഇവര് പരിഹസിച്ചു, നിന്ദിച്ചു. എന്നിട്ട് ചോദിക്കുക, നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നു എന്ന് ചോദിച്ചു. ഇവരെ അപമാനിക്കുന്നു, കളിയാക്കുന്നു. ഉടനെ പറയുക, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. എവിടുന്നെല്ലാം നിന്ന വരുമോ, എവിടുന്നെല്ലാം പരിഹാസം വരുമോ, എവിടുന്നെല്ലാം അപമാനം വരുമോ, നിനക്കെതിരെ അപവാദം പറയുന്നവർ കാണും, നീ ചെയ്യാത്തത് ചെയ്തെന്ന് പറയുന്നവർ കാണും, നിന്നെ കളിയാക്കുന്നവർ കാണും, നിന്റെ ആരാധനയെ നോക്കി കളിയാക്കുന്നവർ കാണും. നീ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, നീ ആരാധിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വിടുതലുണ്ടോ എന്ന് ചോദിക്കുന്നവർ കാണും. അതിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം നിന്നോട് കൈമാറുന്നു, നീ ചിലത് പണിയും. നിന്ദകളുടെയും പരിഹാസങ്ങളുടെയോ ഒറ്റപ്പെടലിന്റെയും മധ്യത്തില് ഹല്ലേലൂയ, നിന്നയുടെ പരിഹാസങ്ങളുടെയും വേദനയുടെയും മധ്യത്തില് നീ ചിലത് പണിയുമെന്ന്. ഓ ഹല്ലേലൂയ, നിന്ദിക്കുന്നവരുടെ മുന്നിൽ നിന്നെ കൊണ്ട് ചില പണികൾ, നിന്ദിക്കുന്നവരുടെ മുന്നിൽ നിന്നെ കൊണ്ട് ചില പണികൾ, പരിഹസിക്കുന്നവരുടെ മുന്നിൽ നിന്നെ കൊണ്ട് ചില പണികൾ, അപമാനിക്കുന്നവരുടെ മുന്നിൽ നിന്നെ കൊണ്ട്. ഓ, ഇന്നലെ നിന്നെ ആരെല്ലാം നിന്ദിച്ചോ, ഇന്നലെ നിന്നെ ആരെല്ലാം പരിഹസിച്ചോ, ഇന്നലെ നിന്നെ ആരെല്ലാം ഒറ്റപ്പെടുത്തിയോ, അവരുടെ മുന്നിൽ നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ കരം ഇറങ്ങുന്നെന്ന് ഞാൻ പറഞ്ഞ അതിനെ സ്വീകരിക്കാൻ കഴിയുന്ന ദൈവജനം കരം നന്നായി അടിച്ച് അന്യഭാഷയിൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ.
നിന്ന ഹാലേലിയ പരിഹാസം. പിശാചി ഇത് അഴിച്ചുവിട്ടപ്പോ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? നിന്ന കേൾക്കുമ്പോ നീ പിന്മാറോ. പരിഹാസം അഴിച്ചു വിടുമ്പോൾ പിശാചി ചിന്തിച്ചു അവൻ പിന്മാറും. ഹാലേലിയ പ്രയാസം ഉണ്ടാക്കിയപ്പോൾ പിശാചി ചിന്തിച്ചു അവൻ പിന്മാറും. നോ, പിന്മാറത്തില്ല. നിന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് ഹാലേലിയ പിശാചെ നീ അഴിച്ചു വിടുന്ന ഒരു നിന്ദയ്ക്കോ ഒരു പരിഹാസത്തിനും എന്നെ മടുപ്പിക്കാൻ കഴിയത്തില്ലെന്ന് ആത്മാവിൽ അത് തിരിച്ചറിയുന്ന ദൈവജനം, ആത്മാവിൽ അത് തിരിച്ചറിയാൻ കഴിയുന്നവർ കർത്താവിനെ ആരാധിച്ചു തുടങ്ങിക്കോ. ഇന്ന് രാത്രി നിന്റെ നിന്ദകളുടെ മേ ദൈവത്തിന്റെ കരമിറങ്ങുകയാ. നിന്റെ പരിഹാസത്തിന്റെ മേ മേലൊക്കെ അസാധാരണമായ ദൈവത്തിന്റെ സാന്നിധ്യം ശക്തിയോടെ വെളിപ്പെടുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ചില നിന്ദകൾ മാറാൻ തുടങ്ങുകയാ. ചില പരിഹാസങ്ങൾ ഓമനാന്റി പ്രാപിച്ചോ. ചില നിന്ദകൾ മാറാൻ തുടങ്ങുകയാ. ചില പരിഹാസങ്ങൾ മാറാൻ തുടങ്ങുകയാ. നീ ചിലത് തുടങ്ങാൻ, നീ ചിലത് ആരംഭിക്കാൻ, നിന്റെ പ്രാർത്ഥന കൊണ്ട് ചിലത് ആരംഭിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള ചിലർക്ക് നേരെ പിശാച് അഴിച്ചുവിടുന്ന ചില പരിഹാസ വാക്കുകൾ, ഹല്ലേലൂയ, പിശാച് അഴിച്ചുവിടുന്ന ചില പരിഹാസ വാക്കുകൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അതിനെ ക്യാൻസൽ ചെയ്യുകയാ. ചില നിന്ദയുടെ വാക്കുകൾ, ചില അപമാനത്തിന്റെ വാക്കുകൾ, ചില പരിഹാസത്തിന്റെ വാക്കുകൾ സ്വർഗത്തിലെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഒരു കാര്യം ആരംഭിക്കുമ്പോൾ പരിഹാസം ഒത്തിരി വരും, നിന്ന ഒത്തിരി വരും, അപമാനം വരും. മടുത്തു പോകരുത്. നീ വന്നത് എന്തിനാണെന്ന് അറിയാമോ? ചിലത് ആരംഭിക്കാനാ. ഹല്ലേലൂയ. നീ ഉപവസിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ നോക്കി പരിഹസിക്കാൻ നിന്റെ കൂടാരത്തിൽ തന്നെ, നിന്റെ വീടിനകത്ത് തന്നെ പലരും കാണും. ഇത് കേട്ടൊന്നും നീ പിന്മാറരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ട്, നിന്റെ ആരാധനയ്ക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. നിന്റെ മേൽ കിടക്കുന്ന ഹല്ലേലൂയ നിയോഗങ്ങൾ ചെറുതല്ല. ഹല്ലേലൂയ. ഉടനെ ഇവരവിടുന്ന് പണി ആരംഭിക്കുകയാ. ഇവർ പണികൾ ആരംഭിക്കുന്നു. നാലാം അധ്യായമൊക്കെ വരുമ്പോൾ വലിയ പ്രതികൂലത്തിന്റെ സാഹചര്യം ഇവരുടെ ജീവിതത്തിനകത്ത് വരികയാ. മുന്നോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യം. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോക്ഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. നീ ചിലത് ആരംഭിക്കുമ്പോൾ പിശാചിന് നിന്നോട് കോപം, രോക്ഷം, നിനക്കെതിരെ ഒന്നൊന്നായി പ്രതികൂലം അഴിച്ചുവിടും, നിനക്കെതിരെ ഒന്നൊന്നായി പ്രതിസന്ധി അഴിച്ചുവിടും. എന്നാൽ ഇവര് ചോദിക്കുകയാണ്, ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്തു ചെയ്യാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? ഹല്ലേലൂയ. ഒത്തിരി ചോദ്യങ്ങൾ. നിന്റെ പ്രാർത്ഥനയെ നോക്കി ഒത്തിരി ചോദ്യങ്ങൾ. ഇപ്പൊ അവളുടെ പ്രാർത്ഥന കൊണ്ട് എന്താകും? ഇപ്പൊ പ്രാർത്ഥിച്ച് നീ എന്തെങ്കിലും നേടുമോ? ഇപ്പൊ നിന്റെ പ്രാർത്ഥന കൊണ്ട് വിടുതൽ നടക്കുമോ? നിന്റെ പ്രാർത്ഥന കൊണ്ട് സൗഖ്യം നടക്കുമെന്ന് ദൈവമക്കളെ, അസ്ഥിക്കൂമ്പാരത്തിനകത്തു നിന്ന് ഒരു മഹാസൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, ഇത് നടക്കുമെന്ന്. ഹല്ലേലൂയ, ഇത് നടക്കുമെന്ന്. ഹല്ലേലൂയ, നിങ്ങൾ വിശ്വസിക്കുക. ഹല്ലേലൂയ. അസ്ഥി താഴ്വരയ്ക്കകത്ത് ഏറ്റവും പരന്ന് കിടക്കുക.
അതിനകത്ത് നിന്ന് ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഞാൻ പറയാം, ഈ വെന്ത് കിടക്കുന്നതൊന്നും എൻ്റെ ദൈവത്തിന് ഈസിയാ. നീ റെഡിയായി നിന്ന് കൊടുത്താൽ, നീ ഓക്കെ ആയി നിന്ന് കൊടുത്താൽ, ഒരു പട്ടണത്തിനകത്ത് നിന്നെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിച്ചാൽ, അതിലെ തലങ്ങും വിലങ്ങും നടക്കുന്ന ആരെല്ലാം അത് നടക്കത്തില്ലെന്ന് പറഞ്ഞാലും, ആരെല്ലാം അത് നടക്കത്തില്ല, ചെയ്യത്തില്ല, നീ ആ പട്ടണത്തിനകത്ത് വിജയിക്കത്തില്ല, നിന്റെ ശുശ്രൂഷ അവിടെ നടക്കത്തില്ലെന്ന് ഏതെല്ലാം ശക്തി ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞാലും, ഞാൻ വിശ്വസിക്കുന്നു, എന്നെ പറ്റി ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ, എന്നെ ഒരു ദേശത്ത് ദൈവത്തിന് ഉപയോഗിക്കാൻ പദ്ധതിയുണ്ടെങ്കിൽ, ആ ദേശത്ത് ദൈവം എന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയ. നിന്ദിക്കുന്നവർ ഒരു സൈഡിൽ കാണും, പരിഹസിക്കുന്നവർ കാണും, ഈ ദേശത്ത് നീ ഒന്നും ചെയ്യത്തില്ലെന്ന് പറയുന്നവർ കാണും, നിനക്ക് ശുശ്രൂഷ ഇല്ലെന്ന് പറയുന്നവർ കാണും. എന്തോ എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ എന്താ ദൂത് സംസാരിക്കുന്നെന്ന്. ഹല്ലേലൂയ. പക്ഷെ അവരുടെ നടുവിൽ എനിക്കറിയാം, ഈ മിനിസ്ട്രിക്ക് അകത്തുനിന്ന് കർത്താവ് ചിലരെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാ. ഈ മിനിസ്ട്രിക്കകത്തുനിന്ന് കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ള ചിലര് ഈ കൺവെൻഷൻ പൂർത്തീകരിക്കുന്നതിന് മുന്നേ പുറത്തു വരുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. ആരാണെന്ന് നിങ്ങളുടെ മേൽ നിയോഗങ്ങൾ വീടിട്ടോ, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ നിന്നുകൊടുക്ക. ആ ഏതെല്ലാം രാജാക്കന്മാർ എഴുന്നേറ്റ് വന്നാലോ, ഏതെല്ലാം പ്രഭുക്കന്മാർ എഴുന്നേറ്റ് വന്നാലും, ഇനി ആരെഴുന്നേറ്റ് വന്നാലും, നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ റൈറ്റ് ടൈമിൽ നിന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയ. നിന്നെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ ഇവർ ചോദിക്കുക, കണ്ടില്ലേ, വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവൻ കല്ല് ജീവിപ്പിക്കുമോ? എന്നിട്ട് പറയാ, ഇനി ചെയ്താലും ഒരു കുറുക്കം കയറിയാൽ അതിന്റെ മതിൽ ഉരുണ്ട് വീഴുവെന്ന്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ നിയോഗത്തോടെ കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്നതായതുകൊണ്ട് 1000 കുറുക്കൻ ഒന്നിച്ചു വന്നാലും, ഹല്ലേലൂയ, ഒരു പട്ടണത്തിനകത്തെ മുഴുവൻ കുറുക്കന്മാര് ഒരുമിച്ച് കയറിയാലും വീഴത്തില്ല. കാരണം അഭിഷേകത്താല ഇത് വെക്കുന്നത്, അഭിഷേകത്താല ഇത് പണിയുന്നത്. ചുമ്മാതെ വന്ന് വെക്കുകയല്ല, നിയോഗത്താല. നിന്റെ സഭയ്ക്കു നേരെ പിശാച് വെല്ലുവിളി അഴിച്ചുവിടുമ്പോൾ, ഹല്ലേലൂയ, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ആത്മാവിൽ പ്രതികരിച്ച് തുടങ്ങുക. പിശാചേ, ഇത് വീഴത്തില്ല. പിശാചേ, ഇത് തകരത്തില്ല. പിശാചേ, ഇത് താഴെ പോകത്തില്ല. ഇത് നിയോഗത്താൽ ചെയ്യുന്നതാണ്, ഇത് അഭിഷേകത്താൽ ചെയ്യുന്നതാ. നിന്റെ കുടുംബത്തെ നോക്കി പിശാച് പറയുമ്പോ അത് വീട് പോകൂ, അത് തകർന്നു പോകൂ, നിന്റെ തലമുറ തകർന്നെന്ന് പിശാച് പറയുമ്പോ ആത്മാവിൽ കൃപയുള്ള ദൈവമക്കൾ പറഞ്ഞു, ഇല്ല. ഞാൻ പണിതത് ദൈവത്തിൽ അടിസ്ഥാനമിട്ട, ഞാൻ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട. ഹല്ലേലൂയ. നിന്നെ പണിതിരിക്കുന്നത് സ്ട്രോങ് ആയ ഒരു പാറയില. ഹല്ലേലൂയ. ഇവിടെ ഇവര് പറയുക, ഒരു കുറുക്കം കയറിയാൽ അത് വീഴുമെന്ന്. 4-ാം വാക്യത്തിൽ പറയുന്നു, ദൈവമേ, ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ, ഞങ്ങൾ നിന്ദിതന്മാരായിരിക്കുന്നു. ഇവർ പറയുക, ഹല്ലേലൂയ, നിന്ദിതന്മാരായിരിക്കുന്നു. പക്ഷെ എന്തെല്ലാം പ്രതിസന്ധി ഒരുമിച്ച് അഴിച്ചു വിട്ടാലും, എന്തെല്ലാം പ്രതികൂലം ഒരുമിച്ച് നിന്നാലും, ഹല്ലേലൂയ, നിനക്കൊരു ഉറപ്പുണ്ട്, ഞാൻ ദൈവത്താലാ. അതുകൊണ്ടാ പറയുന്നത്, നെഹമ്യാ പറയുക, എന്നെ പോലെയുള്ള ഒരുത്തൻ ഓടിപ്പോകുമോ? പ്രശ്നം നിന്റെ തലയ്ക്ക് മുകളിൽ അഴിച്ചിടട്ടെ, പ്രതികൂലം നിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കട്ടെ, നീ പറ, എന്നെ പോലെയുള്ള ഒരുത്തൻ ഓടിപ്പോകത്തില്ല. നോ.
രോഗം വരുമ്പോ, കഷ്ടത വരുമ്പോ, ഹല്ലേലൂയ, ഈ ദൈവത്തെ വിട്ടിട്ട് പോകാനല്ല, പിടിച്ച വിശ്വാസത്തിൽ, പിടിച്ച വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ച് നിൽക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, മുറുകെ പിടിച്ച് നിൽക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, നിയോഗത്തിന് വില കൊടുത്ത് നിൽക്കാൻ കഴിഞ്ഞാൽ, അവിടെ എഴുതി വച്ചിരിക്കുന്നു, ഇങ്ങനെ മതിൽ 52 ദിവസം കൊണ്ട് പണിത്, ഹല്ലേലൂയ, ഏലൂൽ മാസം 25-ാം തീയതി തീർത്തെന്ന്. ഹല്ലേലൂയ. അടുത്ത പദമാണ് എനിക്ക് ഭയങ്കരമായി ഇടപെട്ടത്. ഞങ്ങളുടെ സകല ശത്രുക്കളും ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്കു തന്നെ അല്പന്മാരായി തോന്നി. അവർ തങ്ങൾക്കു തന്നെ അല്പന്മാരായി തോന്നി. ആരാ? നിന്നെ ഓടിക്കുമെന്ന് പറഞ്ഞവർ. ഹല്ലേലൂയ. നിന്നെ ഓടിക്കുമെന്ന് പറഞ്ഞവർ, നിന്റെ മതിൽ ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞവർ, നീ പണിത് പൂർത്തീകരിക്കത്തില്ലെന്ന് പറഞ്ഞവർ, ഹല്ലേലൂയ, അവരിപ്പോ ഭയപ്പെടുക. ഈ സീസൺ ഇനി തുറക്കാൻ തുടങ്ങുകയാ. ഈ ജൂൺ മാസത്തിന്റെ അവസാന ദിവസത്തില്, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് പ്രവചനാത്മാവിൽ ഒരു ദൂത് കൈമാറട്ടെ. നിന്റെ ശത്രു ഭയപ്പെടുന്ന സീസൺ തുറക്കുകയാ. നിനക്ക് വെളിപ്പെടുന്ന ദൈവിക നിയോഗങ്ങൾ കണ്ട്, നിനക്ക് വെളിപ്പെടുന്ന ചില ദൈവപ്രവർത്തികൾ കണ്ട് നിന്റെ ശത്രു ഭയപ്പെടാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. ബിന്ദു ഇടിവയസ്സിരിക്കുന്നത് പ്രിയപ്പെട്ടവർ കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിലെ ദൈവം കൈമാറുന്നു. ഹല്ലേലൂയ. ശത്രു ഭയപ്പെടുന്ന ഒരു സീസൺ, ശത്രു ഭയപ്പെടുന്ന ഒരു സീസൺ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു. ആത്മാവ് ആലോചന കൈമാറുന്നു. ശത്രു നിന്റെ മുന്നിൽ ഭയപ്പെടാൻ തുടങ്ങുകയാ. അവർ അല്പന്മാരായി തോന്നുന്നത് പോലെ, അല്പന്മാരായി തോന്നുന്നത് പോലെ, ഹല്ലേലൂയ, നിന്റെ മുന്നിൽ വലിയ ബലത്തോടെ നിന്നവർ, നിന്റെ മുന്നിൽ വലിയ വലിയ ആളാണെന്ന് പറഞ്ഞ പലരും അല്പന്മാരായി തോന്നുന്നത് പോലെ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ചില ദൈവത്തിന്റെ പ്രവർത്തികൾ, നിനക്ക് വേണ്ടി ചില ദൈവത്തിന്റെ ഇടപെടലുകൾ സ്വർഗത്തിലെ ദൈവം അഴിച്ചുവിടുന്നു. ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. അടുത്തത്, ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. നിന്റെ മേൽ ചില വിടുതലുകളൊക്കെ നടക്കുന്നത് ദൈവത്തിന്റെ സഹായത്താലാ. ചിലർക്ക് വേണ്ടി കർത്താവിന്റെ സഹായം ഈ രാത്രി ഇറങ്ങുകയാ. ചിലർക്ക് വേണ്ടി കർത്താവിന്റെ ഒരു സഹായം, ഹല്ലേലൂയ, ദൈവത്താൽ ചിലത് പൂർത്തീകരിക്കുവാൻ കർത്താവിന്റെ സഹായം നിനക്ക് ഇറങ്ങാൻ തുടങ്ങുകയാ. മാനുഷികമായ സഹായം, ഹല്ലേലൂയ, മാനുഷികമായ സഹായങ്ങളെല്ലാം അടഞ്ഞു പോകുമ്പോൾ, മാനുഷികമായ സഹായങ്ങൾ നീ സഹായിക്കുമെന്ന് ചിന്തിച്ച പലരും, നീ സഹായിക്കുമെന്ന് ചിന്തിച്ച പലരും നിന്റെ മുന്നിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, നിന്നെ സഹായിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, ഇന്നൊരു രാത്രി സ്വർഗത്തിലെ ദൈവം നിന്നോട് കൈമാറുന്നു ദൈവത്തിന്റെ സഹായം നിങ്ങൾക്ക് വേണ്ടി. ദൈവത്തിന്റെ സഹായം നിങ്ങൾക്ക് വേണ്ടി ചില പണികൾ പൂർത്തീകരിക്കുവാൻ, ദൈവത്തിന്റെ സഹായം നിങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് ഭാഗമായി ഇടിഞ്ഞു കിടക്കുന്നത്? ഒരു നിമിഷം ഒന്ന് ശോധന ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. എവിടെയാ നിങ്ങൾക്ക് പണിത് പൂർത്തീകരിക്കേണ്ടത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയാത്ത, എന്തോ പരിശുദ്ധാത്മാവെന്ന് രാത്രി ശക്തമായി ഇടപെടുന്നു. പൂർത്തീകരിക്കുവാൻ കഴിയാത്ത ചില മേഖലകളിൽ കർത്താവിന്റെ സഹായം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടുകയാ.
കർത്താവിന്റെ സഹായം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി വെളിപ്പെടുകയാ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. കർത്താവേ എന്നെ സഹായിക്കണമേ. സംഗീതത്തിൽ എഴുതി വെക്കുക, യഹോവേ എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ. നിന്നെ സഹായിക്കുവാൻ, നിന്നെ സഹായിക്കുവാൻ ഹല്ലേലൂയ ആരുമില്ലേ? സ്വർഗത്തിലെ ദൈവം നിന്നെ സഹായിക്കുവാൻ. നിന്നെ സഹായിക്കുവാൻ ആരുമില്ലെങ്കിൽ വിശ്വസിക്കുക, സ്വർഗത്തിലെ ദൈവം നിന്നെ സഹായിക്കുവാൻ ഇറങ്ങി വരുന്നു. നെഹമ്യാവേ, ഹല്ലേലൂയ, സഹായിക്കുവാൻ ആരുമില്ലേ? ആരും വേണ്ട, കർത്താവിന്റെ കരം മതി. ഹല്ലേലൂയ, കർത്താവിന്റെ കരമുണ്ടെങ്കിൽ നീ തിരിച്ചോടി പോകേണ്ടി വരത്തില്ല. മാനുഷികമായ കരമുണ്ടെങ്കിൽ ഒരുപക്ഷെ നിനക്ക് തിരിച്ചോടി പോകേണ്ടി വരും. പ്രതികൂലത്തിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, പ്രതിസന്ധിക്കകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. പക്ഷെ സ്വർഗത്തിന്റെ കരം നിന്റെ മേൽ വെളിപ്പെട്ടാൽ, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങിയാൽ, നീ പോലും അറിയാത്ത ചില മേഖലകളിൽ, നീ പോലും അറിയാത്ത ചില മേഖലകളിൽ ദൈവത്തിന്റെ സഹായം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാ. ഹല്ലേലൂയ. എങ്ങനെയാകും, എന്താകുമെന്ന് നെഹമ്യാവിന് അറിയത്തില്ല, എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഒറ്റ കാര്യം അറിയാം, എനിക്കിത് പൂർത്തീകരിക്കണം, എനിക്കിത് പൂർത്തീകരിക്കണം. ഇനി ഇതിനെ ഇങ്ങനെ വിടാൻ എനിക്ക് മനസ്സില്ല, ഇതിനെ ഇങ്ങനെ വിടാൻ ഹല്ലേലൂയ ഞാൻ തയ്യാറല്ല. ഈ മതില് പണി ഞാൻ പൂർത്തീകരിക്കും. ഈ മതില് പണി ഞാൻ പൂർത്തീകരിക്കും. ചിലത് പൂർത്തീകരിക്കുവാൻ, ചിലത് പൂർത്തീകരിക്കുവാൻ ഹുറബാല ഹസതേരിയ ലബാർദന പ്രഭാരിയ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ചിലത് പൂർത്തീകരിക്കുവാൻ ഷേഖേറേമ സന്ദാർദന ലബാർദ പ്രഭാരിയ. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഒരു സഹായത്തിന്റെ കരം നീട്ടുകയാ. ഹല്ലേലൂയ. ഞാൻ കൂടെ നിന്ന് നിന്നെ കൊണ്ട് ചിലത് പൂർത്തീകരിപ്പിക്കാം. ഞാൻ കൂടെ നിന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ഇന്ന് മാനുഷികമായി ഹല്ലേലൂയ ഹെൽപ്പ് ചെയ്യാൻ കഴിയാതെ മാറി നിൽക്കുമ്പോ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ശക്തമായി വെളിപ്പെട്ട് വരുന്നല്ലോ, ശക്തമായി വെളിപ്പെട്ട് വരുന്നല്ലോ. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഇന്നു രാത്രി ചില ദൈവപ്രവർത്തികൾ, ഇന്നു രാത്രി ചില ദൈവപ്രവർത്തികൾ. ജോബി അടിവേശിക്കുന്ന അഭിഷേകത്തിന് നിങ്ങൾ ആരാധനയ്ക്ക് അറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. കർത്താവിന്റെ ഒരു കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. മാനുഷികമായ ചില കരങ്ങൾ അടഞ്ഞുപോയ ചില മേഖലകളിൽ, മാനുഷികമായ കരങ്ങൾ ഹല്ലേലൂയ അടഞ്ഞുപോയ മേഖലകളിൽ കർത്താവിന്റെ കരം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയാ. കർത്താവിന്റെ കരം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരികയാ. ഒരു ദൈവിക പ്രവർത്തികൾ, ഒരു ദൈവത്തിന്റെ കരുതലുകൾ, ഒരു ദൈവത്തിന്റെ വിടുതലുകൾ നിങ്ങൾക്ക് വെളിപ്പെടുന്ന രാത്രിയായി. യേശുവിന്റെ നാമത്തിൽ നിന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഹല്ലേലൂയ. നിന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ്. കർത്താവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു, ഈ അഭിഷക്തനായി, കുടുംബത്തിനായി, ഇന്ന് ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇവർ ചിലത് പണികൾ ആരംഭിക്കട്ടെ, ഇവർ ചിലത് പണികൾ പൂർത്തീകരിക്കട്ടെ. ആരംഭിക്കുക മാത്രമല്ല, അത് പൂർത്തീകരിക്കട്ടെ. ആരംഭിച്ചിട്ട് പകുതി വഴിയിലാക്കി വച്ചിരിക്കുന്ന ഇവരുടെ നിയോഗങ്ങൾ, ഇവരുടെ ശുശ്രൂഷകൾ, ഇവരുടെ വിടുതലുകൾ, ഇവരുടെ വാഗ്ദത്തങ്ങൾ, അത് പൂർത്തീകരണത്തിലേക്ക്, അത് പൂർത്തീകരണത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം കൊണ്ടുവരണമേ. കർത്താവേ, അങ്ങ് അത്ഭുതം ചെയ്യണമേ. വിടുതലുകൾ അയക്കണം. ഈ മീറ്റിംഗിന്റെ 2ാമത്തെ ദിവസം അനുഗ്രഹമാക്കി തീർക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് ഒരു നല്ല മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ചില പണികൾ പൂർത്തീകരിക്കുവാൻ, ചിലത് പൂർത്തീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പണിയുക മാത്രമല്ല, അതിന്റെ പൂർത്തീകരണം കാണുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഈ മിനിസ്ട്രിക്കും അഭിഷക്തനും ആ വചനം അനുഗ്രഹമായി തീരട്ടെ. ചിലത് പൂർത്തീകരിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന പ്രിയ കർത്തദാസനോടുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.